ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡിസിഷൻ ട്രീയിൽ ഒരു പ്രോബ്ലം ചെയ്യാണ്. ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ഡിസിഷൻ ട്രീയിൽ ചോദിക്കാറുള്ളത്. പിന്നെ കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നോക്കാം. സേഫ് വെൽത്ത് കമ്പനീസ് കൺസിഡറിങ് ഫോർ സിംഗിൾ പീരീഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് whose returns are based on the state of economy. Probable states and associated probabilities are given below. സി എക്കണോമി ഫെയർ ആവാനുള്ള ചാൻസ് 0.2, എക്കണോമി ഗുഡ് ആവാനുള്ള ചാൻസ് 0.5, എക്സലൻ്റ് ആവാനുള്ള ചാൻസ് 0.3. അതായത് ഇതാണ് സ്റ്റേറ്റ്സ് ഓഫ് നാച്ചർ അല്ലെങ്കിൽ ഇവൻറ്റ്സ്. ഇവിടെ നമ്മൾ ഡിസിഷൻ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനാണ്. ദെൻ ദ റിട്ടേൺ ഓൺ ഡിഫറെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് അറ്റ് ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഓഫ് നാച്ചർ ആർ ഗിവൺ ബിലോ. സി നമുക്ക് 4 ഓൾട്ടർനേറ്റീവ്സ് ആണുള്ളത്. ഡബ്ല്യു എന്ന് പറയുന്ന സെക്യൂരിറ്റിയിൽ വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം, എക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം, വൈയിൽ ഇൻവെസ്റ്റ് ചെയ്യാം, സെഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ദെൻ ഡബ്ല്യു ഇൻവെസ്റ്റ് ചെയ്യുന്നു മാർക്കറ്റ് അല്ലെങ്കിൽ എക്കണോമി ഫെയർ ആണെങ്കിൽ 1000 ആണ് റിട്ടേൺ, എക്കണോമി ഗുഡ് ആണെങ്കിൽ 3000, എക്കണോമി എക്സലൻ്റ് ആണെങ്കിൽ 6000. അങ്ങനെ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയിലും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എക്കണോമിയുടെ സ്റ്റേറ്റ് അനുസരിച്ചുള്ള റിട്ടേൺ നിങ്ങൾക്ക് രണ്ടാമത്തെ ടേബിളിൽ അവൈലബിൾ ആണ്. ദെൻ ഡിറ്റർമിൻ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഫ്രം ഈച്ച് ഓൾട്ടർനേറ്റീവ് യൂസിങ് ഡിസിഷൻ ട്രീ. ഡിസിഷൻ ട്രീ യൂസ് ചെയ്തിട്ട് നമുക്ക് എക്സ്പെക്റ്റഡ് റിട്ടേൺ ഡിറ്റർമിൻ ചെയ്യണം. ദെൻ ഇഫ് എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ ക്രൈറ്റീരിയൻ ഈസ് യൂസ്ഡ് വിച്ച് ഓൾട്ടർനേറ്റീവ് വുഡ് യു റെക്കമെൻഡ്. നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ ആണെങ്കിൽ ഏത് ആക്റ്റാണ് നമ്മൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സി ഇവിടെ ഞാൻ ആദ്യം എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. സി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത് ആദ്യം പേ ഓഫിനെ എക്സ്പെക്റ്റഡ് പേ ഓഫ് ആക്കി കൺവേർട്ട് ചെയ്യുന്നു. ദാറ്റ് മീൻസ് പേ ഓഫ് ഇൻറ്റു പ്രോബബിലിറ്റി. ഓരോ പേ ഓഫിനെയും അതിൻ്റെ പ്രോബബിലിറ്റി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് എക്സ്പെക്റ്റഡ് പേ ഓഫ് ആക്കി കൺവേർട്ട് ചെയ്യുന്നു. ദെൻ ഓരോ ആക്ടിൻ്റെയും ടോട്ടൽ എക്സ്പെക്റ്റഡ് പേ ഓഫ് എടുക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് ടോട്ടൽ എക്സ്പെക്റ്റഡ് പേ ഓഫ് കാണാം. ഡബ്ല്യൂയുടെ എക്സ്പെക്റ്റഡ് പേ ഓഫ് ഇവിടെ ഡബ്ല്യു എന്ന്, ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ അല്ലെങ്കിൽ ആക്ടുകൾ ഏതൊക്കെയാണെന്നുള്ളത് റെപ്രസെൻ്റ് ചെയ്യാൻ വിട്ടുപോയതാണ്. ഓക്കെ, അപ്പോൾ ഡബ്ല്യൂയുടെ എക്സ്പെക്റ്റഡ് പേ ഓഫിൻ്റെ ടോട്ടലാണ് 3500. ദെൻ എക്സിൻ്റെ ടോട്ടൽ എക്സ്പെക്റ്റഡ് പേ ഓഫ് 4390. ദെൻ വൈയുടേത് 4900. സെഡിയുടെ ടോട്ടൽ എക്സ്പെക്റ്റഡ് പേ ഓഫ് 4750. സി നമ്മൾ ഇ എം വി ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ, ഇ എം വി ക്രൈറ്റീരിയ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നത് വൈ എന്ന് പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. കാരണം അതിൻ്റെ എക്സ്പെക്റ്റഡ് പേ ഓഫ് ആണ് കൂടുതൽ. ഇതുതന്നെയാണ് നമ്മൾ എന്തിൽ ചെയ്യാനുള്ളത്, ഡിസിഷൻ ട്രീയിൽ ചെയ്യാനുള്ളത്. ഇപ്പോൾ നമ്മളിവിടെ ചെയ്ത കാര്യങ്ങളെല്ലാം ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യണം. നോക്കാം എങ്ങനെയാണ് ഡിസിഷൻ ട്രീ എന്നുള്ളത്. ഇവിടെ ഈ സ്ലൈഡിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തതുകൊണ്ട് സെഡിൻ്റെ ഭാഗം, സെഡ് എന്ന് പറയുന്ന ഓപ്പർച്യൂണിറ്റിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയുടെ സ്റ്റേറ്റ്സ് ഓഫ് നാച്ചറും അതുപോലെ പേ ഓഫൊന്നും ഇവിടെ ഈ സ്ലൈഡിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓക്കെ, ഞാൻ പറഞ്ഞു ഇതാണ് നമ്മളുടെ ഡിസിഷൻ നോഡ്. ഇതിന്നാണ് നമ്മളുടെ ഓൾട്ടർനേറ്റീവ്സ് എമർജ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഡിസിഷൻ നോഡ്സ് നമുക്ക് ആദ്യം ഡബ്ല്യു എന്ന് പറയുന്നതിൽ ഇൻവെസ്റ്റ് ചെയ്യാം, എക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം, വൈയിൽ ഇൻവെസ്റ്റ് ചെയ്യാം, സെഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇതാണ് നമ്മളുടെ ഓൾട്ടർനേറ്റീവ്സ്. ദെൻ ഓൾട്ടർനേറ്റീവ്സിൻ്റെ എൻഡിലാണ് നമുക്ക് ചാൻസ് നോഡ് ഉണ്ടാവുക. ചാൻസ് നോഡിൽ നിന്നാണ് എന്ത് എമർജ് ചെയ്യുക, സ്റ്റേറ്റ്സ് ഓഫ് നാച്ചർ എമർജ് ചെയ്യുക. സ്റ്റേറ്റ്സ് ഓഫ് നാച്ചർ 3 സ്റ്റേറ്റ്സ് ഓഫ് നാച്ചർ ഉള്ളത്. എക്കണോമി ഫെയർ ആവാം, ഗുഡ് ആവാം, എക്കണോമി എക്സലൻ്റ് ആവാം. അതിനുള്ള ചാൻസ് 0.2 ആണ് ഫെയർ ആവാനുള്ള ചാൻസ്, ഗുഡ് ആവാനുള്ള ചാൻസ് 0.5, എക്സലൻ്റ് ആവാനുള്ള ചാൻസ് 0.3. അതുപോലെ എക്സിൻ്റെ കേസിലും അതുപോലെ 3 സ്റ്റേറ്റ്സ് ഓഫ് നാച്ചുറലാണ്. ഇതിൻ്റെ പ്രോബബിലിറ്റി ഒക്കെ സെയിം ആയിരിക്കും. ഓക്കെ, ഫെയറിൻ്റെ പ്രോബബിലിറ്റി എല്ലായിടത്തും ഒന്നായിരിക്കും, ഗുഡിൻ്റെതും എല്ലായിടത്തും ഒന്നായിരിക്കും. നമുക്കിങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ദെൻ നമ്മൾ ഡബ്ല്യൂയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. എക്കണോമി ഫെയർ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന പേ ഓഫ് 1000 ആണ്. പേ ഓഫ് ആണ്, എക്സ്പെക്റ്റഡ് പേ ഓഫ് അല്ല, 1000 ആണ്. അതുപോലെ എക്കണോമി
എക്കണോമി അല്ല, നമ്മൾ ഡബ്ല്യൂയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. എക്കണോമി ഗുഡ് ആണെങ്കിൽ നമ്മളുടെ പേ ഓഫ് 3000 ആണ്. നമ്മൾ ഡബ്ല്യൂയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. എക്കണോമി എക്സലൻ്റ് ആണെങ്കിൽ നമ്മളുടെ പേ ഓഫ് 6000 ആണ്. ഇങ്ങനെ നമ്മൾ പേ ഓഫ്, അതുപോലെ സ്റ്റേറ്റ്സ് ഓഫ് നാച്ചർ, അതുപോലെ ആക്ട്സ്, ഇങ്ങനെയാണ് നമ്മൾ റിപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഓരോ ആക്ടിൻ്റെയും ടോട്ടൽ എക്സ്പെക്റ്റഡ് പേ ഓഫ് ആണ് നമ്മൾ ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ടോട്ടൽ എക്സ്പെക്റ്റഡ് പേ ഓഫ് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതായത് പേ ഓഫ് ഇൻറ്റു പ്രോബബിലിറ്റി. അഗൈൻ ഇവിടെ ഇത് 3500 കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത് 1000 ഇൻറ്റു 0.2 പ്ലസ് 3000 ഇൻറ്റു 0.5 പ്ലസ് 6000 ഇൻറ്റു 0.3, അതിൻ്റെ ടോട്ടലാണ് 3500. ഇവിടെ കാണാൻ നീക്കുക. 1000 ഇൻറ്റു 0.2 200, 3000 ഇൻറ്റു 0.5 1500, 6000 ഇൻറ്റു 0.3 1800, ടോട്ടൽ 3500. അപ്പോൾ ഈ ആക്ടിൻ്റെ ഡബ്ല്യു എന്ന് പറയുന്ന ആക്ടിൻ്റെ എക്സ്പെക്റ്റഡ് പേ ഓഫ് 3500 ആണ്. ദെൻ അടുത്ത ആക്ട് എക്സിൻ്റെ എക്സ്പെക്റ്റഡ് പേ ഓഫ് നമ്മൾ ഇതുപോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 500 ഇൻറ്റു 0.2 പ്ലസ് 4500 ഇൻറ്റു 0.5 പ്ലസ് 6800 ഇൻറ്റു 0.3, അതിൻ്റെ ടോട്ടലാണ് 4390. ഇവിടെ അത് കാണാം 100 2250 പ്ലസ് 2040, ടോട്ടൽ 4390. 4390 ആണ് എക്സിൻ്റെ ടോട്ടൽ എക്സ്പെക്റ്റഡ് പേ ഓഫ്. ദെൻ വൈയിലോട്ട് വരുമ്പോൾ വൈയുടെ 0 ഇൻറ്റു 0.2 പ്ലസ് 5000 ഇൻറ്റു 0.5 പ്ലസ് 8000 ഇൻറ്റു 0.3. ഓക്കെ, 2500 പ്ലസ് 2400, ടോട്ടൽ 4900. അപ്പോൾ വൈയുടെ എക്സ്പെക്റ്റഡ് പേ ഓഫ് 4900 ആണ്. ഇനി സെൻറ്റിൻ്റെയും ഇതുപോലെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാനുണ്ട്. ഞാൻ ഈ സ്ലൈഡിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് അത് ഇവിടെ കാണിച്ചിട്ടില്ല. ഇതുപോലെ തന്നെയാണ് സെഡിൻ്റെയും റെപ്രസെൻ്റ് ചെയ്യാനുള്ളത്. ഇതാണ് സിമ്പിൾ ഡിസിഷൻ ട്രീ എന്ന് പറയുന്നത്. നമുക്ക് നമ്മളുടെ ആക്ടുകളും സ്റ്റേറ്റ്സ് ഓഫ് നാച്ചറും പേ ഓഫും എക്സ്പെക്റ്റഡ് പേ ഓഫും എല്ലാം ഇതുപോലെ റെപ്രസെൻ്റ് ചെയ്യണം ഡിസിഷൻ ട്രീ ടെക്നിക്ക് യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ ഇതിൽ തന്നെ നമ്മൾ മാക്സിമം പേ ഓഫ് തരുന്ന ആക്ടാണ് ചൂസ് ചെയ്യുക. ഇവിടെ മാക്സിമം പേ ഓഫ് തരുന്ന ആക്ട് വൈ ആണ്, അല്ലെങ്കിൽ മാക്സിമം EMV തരുന്ന ആക്ട് വൈ ആണ്. 4900 വൈ എന്ന് പറയുന്ന ആക്ടാണ് ചൂസ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനിയുള്ളത് ഫസ്റ്റ് ചാപ്റ്ററാണ്. അത് ഞാൻ ഫസ്റ്റത്തെ 2 hour ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ബേസിക്സ്. അപ്പോൾ അതിൽ നിങ്ങൾ ഓപ്പറേഷൻസ് റിസർച്ച് എന്താണ്, അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററാണ്. ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ നിങ്ങളതൊന്ന് വായിച്ച് നോക്കുക. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഞാൻ അയച്ചു തരാം. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കിയാൽ തന്നെ അത്യാവശ്യം നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഒരു 80 above മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നമ്മൾ അത്യാവശ്യം സമയം എടുത്തിട്ടാണ് പഠിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കോൺടാക്റ്റ് ചെയ്യാം. ഇപ്പോൾ ഈ പറഞ്ഞത് വളരെ പരിമിതമായ സമയം കൊണ്ടാണ് ഇതെല്ലാം തീർത്തിട്ടുള്ളത്. ഇപ്പോൾ ഡൗട്ടുകളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം.